വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 315 ഡീൽസ് വിത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നവരാണ് സംസ്ഥാന ഗവർണറാണ്. PSC ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ്. അതുപോലെ കേരള PSC കുറിച്ച് പറയുകയാണ്. കേരള തിരുവിതാംകൂർ PSC ആണ് കാലാന്തരത്തിൽ കേരള PSC ആയിട്ട് മാറുന്നത്. കേരള PSCയുടെ ആദ്യകാല ചെയർമാൻ ആരാണ്? EK വേലായുധനാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് കേരള PSC ആൻസർ EK വേലായുധൻ. കേരള PSCയിൽ അംഗമാകുന്ന ആദ്യത്തെ കവി ആരാണ്? തിരുനെല്ലൂർ കരുണാകരൻ. ഫസ്റ്റ് പോയറ്റ് മെമ്പർ ഓഫ് കേരള PSC ആൻസർ തിരുനെല്ലൂർ കരുണാകരൻ. കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. ഡോക്ടർ MR ബൈജു ഇസ് ദ ചെയർമാൻ ഓഫ് കേരള PSC. അതുപോലെ കേരള PSCയെ കുറിച്ച് പറയുന്നത് PSC മ്യൂസിയം എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം. കേരള PSCയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ഇവിടെ തന്നെയാണ്, പട്ടം, തിരുവനന്തപുരം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള PSC ആൻസർ പട്ടം, ട്രിവാൻഡ്രം. അതുപോലെ കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതി ഏതാണ്? കേരള നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയാണ് നീതി. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ആൻസർ നീതി. അതുപോലെ തന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? R. ശങ്കർ. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഫ്രം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആൻസർ R. ശങ്കർ. ഫസ്റ്റ് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അതുകൊണ്ടാണ് R. ശങ്കറാണ്. അതുപോലെ കേരള PSCയിൽ കേരള PSCയുടെ ധർമ്മം എന്താണ്? അതായത് എന്ത് ചെയ്യുക? റിക്രൂട്ടിംഗ് പീപ്പിൾ ഫോർ ഗവൺമെൻറ് ജോബിനായിട്ട് ആളെ റിക്രൂട്ട് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം. കേരള PSCയുടെ ലക്ഷ്യം. കേരള PSCയിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എത്രയാണ്? അത് ജനറൽ വിഭാഗക്കാർക്ക് 40 വയസ്സ്. അതുപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 43 വയസ്സ്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 45 വയസ്സ്. ഇതാണ് കേരള PSCയിൽ അപേക്ഷിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും ഉയർന്ന പ്രായപരിധി. കുറഞ്ഞ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ്. 18 വയസ്സ് പ്രായം പൂർത്തിയായവർക്ക് PSCയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും.